മാസപ്പടി കേസിലെ ഇഡി പരിശോധനയ്ക്കിടെ പിടിച്ചെടുത്ത ടി വീണയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഇഡി കൈമാറും. ഡിജിറ്റൽ തെളിവുകൾ PMLA കോടതിയിൽ സമർപ്പിക്കും. വീണയുടെ 3 ബാങ്ക് അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ 12 ഇടങ്ങളിൽ നടന്ന റെയ്ഡിന് പിന്നാലെ 242 അക്കൗണ്ടുകളിൽ നിന്നായുള്ള 18 കോടിയോളം രൂപ ഇഡി മരവിപ്പിച്ചിരുന്നു. ഇതിൽ ടി വീണയുടെ 3 അക്കൗണ്ടുണ്ട്. എന്നാൽ എത്ര രൂപ അക്കൗണ്ടിലുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. 2016 മുതൽ 23 വരെയുള്ള കാലയളവിൽ CMRL കമ്പനിയിൽ നിന്ന് 3 കോടി 28 ലക്ഷം രൂപയാണ് ടി വീണയ്ക്ക് ലഭിച്ചത്. ഇതിൽ 2 കോടി 78 ലക്ഷം രൂപ സേവനങ്ങൾ നൽകിയെന്നതിന്റെ പേരിലും 50 ലക്ഷം രൂപ 2 തവണയായി വായ്പയായും ലഭിച്ചു. ഇതിൽ എന്ത് സേവനമാണ് നൽകിയതെന്ന ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ഇമെയിൽ മുഖേനയുള്ള സന്ദേശ കൈമാറ്റമുണ്ടെങ്കിൽ പിടിച്ചെടുത്ത ഫോണിലെ പരിശോധനയിലൂടെ അത് ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇഡി. പരിശോധനയിൽ ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും ഇഡി വിശദമായി പരിശോധിച്ചു വരികയാണ്. എല്ലാ വിശദാംശങ്ങളും കോടതിയിൽ ഹാജരാക്കും. രേഖകളും ഫോണുമെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും നോട്ടീസ് നൽകി ടി വീണയെ എറണാകുളത്ത് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇഡി എടുക്കുന്നത്. സംസ്ഥാനത്തെത്തിയ ഇഡി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ആരോപിച്ചു. ഇങ്ങനെ ആരെയും അറിയിക്കാതെ ഒരു ഭീകരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഈ റെയ്ഡിലൂടെ ചെയ്തത്. സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന് മേലെ കടന്നുകയറ്റമാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമാണ്. ഇഡിക്കോ ഇഡിയെ പറഞ്ഞു വിട്ടവർക്കോ പിണറായി വിജയന്റെ രോമത്തിൽ തൊടാൻ കഴിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. ഈ പരിശോധനയുടെ ഭാഗമായി ഇഡിക്കോ ഇഡിയെ ഇങ്ങോട്ട് പറഞ്ഞയച്ച അവരുടെ സൃഷ്ടാക്കൾക്കോ പിണറായി വിജയന്റെ രോമത്തിൽ പോലും സ്പർശിക്കാനാവില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. റെയ്ഡിനെതിരെയുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ തുടരാൻ തന്നെയാണ് CPM തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.